വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീക്ക് പോയറ്റ് ആയിട്ടുള്ള സാഫോയുടെ ടു അനക്ടോറിയ ഇൻ ലിഡിയ എന്ന പോയമാണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ടു അനക്ടോറിയ ഇൻ ലിഡിയ എന്ന പോയം 15th ഫ്രാഗ്മെന്റ് എന്നും അറിയപ്പെടുന്നു. ബ്യൂട്ടി, ലവ്, ലോങ്ങിങ് ആണ് ഈ കവിതയുടെ മെയിൻ തീംസ്. സാഫോയുടെ കൂടെ ഇന്നില്ലാത്ത അനക്ടോറിയ എന്ന കാമുകിയോട് അഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് കവിത രചിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യരും പല രീതിയിലാണ് ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ഒരു വസ്തു കാണുമ്പോൾ ഒരാൾക്ക് തോന്നുന്ന ഭംഗിയായിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുന്നത്. കാരണം ഓരോ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ചിലർക്ക് കപ്പലുകളുടെ കൂട്ടം, ചിലർക്ക് സോൾജിയേഴ്സ്, മറ്റു ചിലർക്ക് കുതിരപ്പടയുമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. എന്നാൽ കവിയുടെ അഭിപ്രായത്തിൽ മനോഹരമായ കാര്യം നിങ്ങൾ സ്നേഹിക്കുന്ന ഒന്നാണെന്നാണ് കവിയുടെ അഭിപ്രായം. പിന്നീടുള്ള സ്റ്റാൻസയിൽ ഹെലൻ ഓഫ് ട്രോയെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഗ്രീക്ക് മിത്തോളജിയിലെ അതിസുന്ദരിയായ ഹെലൻ ഓഫ് ട്രോയ് തന്റെ ആഡംബര ജീവിതവും ഭർത്താവായ കിങ് മെനലസിനെയും ഒഴിവാക്കി മറ്റൊരാളുടെ കൂടെ പോവുകയാണ്. യാതൊന്നിനെ കുറിച്ചും അവൾ ചിന്തിക്കുന്നില്ല, സ്നേഹം മാത്രമാണ് അവൾ ചിന്തിക്കുന്നത്. മാതാപിതാക്കളെയും സ്വന്തം കുഞ്ഞിനെയും ഉപേക്ഷിച്ചായിരുന്നു ആ യാത്ര. ഒരു പക്ഷേ ഗോഡസ് അവളെ സ്വാധീനിച്ചു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നാണ് കവിയുടെ സംശയം. ഇനി മിത്തോളജിക്കൽ റെഫറൻസിൽ നിന്നെല്ലാം മാറി കവിയുടെ പേഴ്സണൽ ഇമോഷനിലോട്ട് വരികയാണ്. താൻ വളരെ അധികം സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അനക്ടോറിയ എന്ന സ്ത്രീയുടെ അഭാവത്തിൽ കവി ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. അതിനുപരി ശക്തമായ സൈനിക കൂട്ടത്തെ കാണുന്നതിനേക്കാളും അനക്ടോറിയെ കാണാനും കൂടെ നടക്കാനുമാണ് കവി ആഗ്രഹിക്കുന്നത്. ഈ ഒരു സ്റ്റാൻസയിലൂടെ പ്രണയവും സൗന്ദര്യവും യുദ്ധത്തിന്റെ മഹത്വത്തെ മറികടക്കുമെന്ന കവിതയുടെ ആശയത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു. സ്നേഹം ശാശ്വതവും അതിരു കടന്നതുമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് കവി ഈ കവിത അവസാനിപ്പിക്കുന്നത്. സൈനിക നേട്ടങ്ങൾ ഒരു നാൾ മങ്ങുകയും പുതിയ യുദ്ധങ്ങൾ വിജയങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യബന്ധത്തിന്റെ സൗന്ദര്യം ഓർമ്മയിലും കവിതയിലും എന്നും നിലനിൽക്കുമെന്ന് നമ്മൾ വായനക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കവിത സാഫോ അവസാനിപ്പിക്കുന്നത്. സോ ഇതാണ് സാഫോയുടെ ടു അനക്ടോറിയ ഇൻ ലിഡിയ എന്ന കവിതയുടെ സമ്മറി. ഇനി നമുക്ക് ഇതിലെ കീ തീംസ് എന്തൊക്കെയെന്ന് നോക്കാം. മെയിൻലി there are 4 themes. First one is love over power. Second one is the personal as universal. Third one is beauty and desire, and the fourth one is mythological allusions. So ഇതൊക്കെയാണ് ഇതിലെ കീ തീംസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഈ പോയത്തിനെ കുറിച്ചിട്ടും അതിന്റെ മെയിൻ തീംസിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. Now if you have any doubts, please let me know on the comment box. It's time to wind up today's video. If you like my videos, please consider supporting, and thank you for watching.